അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. അപ്പോൾ ഖിയാസിൻ്റെ ബാബിൽ മൻസൂഖായതിൻ്റെ മേൽ ഖിയാസ് ചെയ്യുന്ന ഭാഗമാണ് പറഞ്ഞു വെച്ചത്. ഖിയാസ് ഹുജ്ജത്താണ്, അതിൽ നിന്ന് ചില സാധനങ്ങളെ ഇസ്തിസ്ന ചെയ്തു. അപ്പോൾ ബാക്കി നോക്കുക. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ശ്രദ്ധിക്കണം. മത്തിന് മാത്രമാണ് പറയുന്നതെങ്കിലും ഷറഹ് നമ്മൾ ആവശ്യമുള്ളിടത്ത് പറയും, ബാക്കിയുള്ളത് ആവശ്യമില്ല എന്നല്ല. നമ്മൾ ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലായതുകൊണ്ട് സ്കിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി വലൈസൻ നസ്സു അൽ ഇല്ലത്തി ലിഹുക്മിൻ വലൗ ഫി ജാനിബി തർക്കി അംറൻ ബിൽ ഖിയാസ്. ഒരു ഹുക്മിന് ശാരിഅ തന്നെ ഇല്ലത്തിൻ്റെ മേൽ നസ്സാക്കുക. ശാരിഅ ഹുക്മ പറയുമ്പോൾ അതിൻ്റെ ഇല്ലത്ത് വ്യക്തമായി ശാരിഅ പറഞ്ഞു. ഒരു ഉദാഹരണം പറയാം. അൽ ഖംറു ഹറാമുൻ ലിസ്കാരിഹി അല്ലെങ്കിൽ എന്ന് പറഞ്ഞു സങ്കല്പിക്കാം. അങ്ങനെ പറഞ്ഞിട്ടില്ല, സങ്കല്പിക്കാം. അവർ ഇല്ലത്തിൻ്റെ മേൽ ശാരിഅനെ നസ്സാക്കി ലിസ്കാരിഹി എന്ന്. അങ്ങനെ നസ്സ് ചെയ്താൽ അത് ഇസ്കാറുള്ള എല്ലാ സാധനവും ഇതിമൊക്കെ ഖിയാസാക്കണം എന്ന കൽപ്പന അവിടെ തന്നെ ഉണ്ട്. ഖിയാസ് കൊണ്ടുള്ള ഒരു കൽപ്പന അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് ചില ആൾക്കാർ പറഞ്ഞു. അങ്ങനല്ല, ഇല്ലത്ത് നസ്സായി പറഞ്ഞു എന്നതുകൊണ്ട് അത് ഖിയാസിനുള്ളൊരു കൽപ്പന അല്ല. അത് അമ്രിൻ്റെ ജാനിബിലായാലും തർക്കിൻ്റെ ജാനിബിലായാലും. എന്താ അമ്രും തർക്കും വേറെ പറഞ്ഞത് ഇൻഷാ അല്ലാഹ് തഫ്സീൽ പറയുമ്പോൾ മനസ്സിലാവും. അക്രിം സയ്യിദൻ ലിഇൽമിഹി എന്ന് ശാരിഅ പറഞ്ഞു സങ്കല്പിക്കാം. സെയ്ദിനെ ബഹുമാനിക്കണം ലിഇൽമിഹി, ഒരു അമ്രാണ് അക്രിം ലിഇൽമിഹി എന്ന് പറഞ്ഞാൽ ഇൽമുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ്. ഇത് നമുക്ക് ഖിയാസാക്കണമെന്നൊരു കൽപ്പന അവിടെ തന്നെ ഉണ്ട് എന്ന് അവിടെ ഇല്ല. ബഹുമാനിക്കണോ പോകണ്ട അതൊക്കെ വേറെ വിഷയം. ബഹുമാനിക്കണമെന്നോ ബഹുമാനിക്കണ്ടെന്നോ അല്ല. ഇല്ലത്ത് നസ്സാക്കിയത് കൊണ്ട് അത് ഖിയാസ് കൊണ്ടുള്ള അമ്രല്ല. വലൗ ഫി ജാനിബി തർക്കി, ഇനി തർക്കിൻ്റെ ജാനിബിലായാലും ശരി. അൽ ഖംറു ഹറാമുൻ ലിസ്കാരിഹ, ഖംറ് ഹറാമാണ്, അതുകൊണ്ട് ഖംറ് ഒഴിവാക്കണം. എന്താ കാരണം? ലിസ്കാരിഹ. അപ്പോൾ ഇസ്കാറുള്ളതെല്ലാം ഒഴിവാക്കണമെന്ന കൽപ്പന അവിടെ തന്നെ ഉണ്ടോ? അങ്ങനെയില്ല. ഖിലാഫുൽ ബസരി, അബുൽ ഹുസൈൻ അൽ ബസരി എന്നവർക്കെതിരായി റഹിമഹുല്ല. അബുൽ ഹുസൈൻ അൽ ബസരി ഒരു മുഅ്തസിലി പണ്ഡിതനാണ്. അബുൽ ഹുസൈൻ അൽ ബസരി അൽ മുഅ്തമദ് ഫി ഉസൂലിൽ ഫിഖ് എന്ന കിതാബുണ്ട്. ആൾ മുഅ്തസിലിയാണ്. മനസ്സിലായോ? എത്രത്തോളം എന്ന് വെച്ചാൽ ഇമാം റാസി, ഫഖ്റുദ്ദീൻ റാസി തങ്ങളവറുകൾ അദ്ദേഹത്തിൻ്റെ മഹ്സൂൽ പ്രസിദ്ധമായ കിതാബാണ്. അൽ മഹ്സൂൽ ജമ്മിലൊക്കെ പരാമർശിക്കപ്പെടുന്ന കിതാബ് തന്നെ. ഇമാം റാസിയുടെ മഹ്സൂൽ അദ്ദേഹം എടുത്തത്, സ്വീകരിച്ചത് അബുൽ ഹുസൈൻ അൽ ബസരിയുടെ അൽ മുഅ്തമദ് എന്ന കിതാബിൽ നിന്നാണ് എന്നുവരെ കിതാബുകളിൽ കാണാൻ പറ്റും. ഓക്കെ. ഹിജ്റ 436 അദ്ദേഹം വഫാത്താകുന്നത്. ഫിഖ് ഷാഫിഈ മദ്ഹബ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്നും ഒരു അഭിപ്രായമുണ്ട്. അബുൽ ഹുസൈൻ അൽ ബസരി ആൾ മുഅ്തസിലി പണ്ഡിതനാണ്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇമാം സുബ്കി തങ്ങളൊക്കെ അവരുടെ അഭിപ്രായങ്ങളെ ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടെ മാനിക്കുന്നു എന്നുള്ളതാണ്. പോട്ടെ. ഖിലാഫുൽ ബസരി അബുൽ ഹുസൈൻ മൂപ്പര് പറഞ്ഞത് എന്താ വെച്ചാൽ, അമ്രിൻ്റെ ജാനിബിലായാലും തർക്കിൻ്റെ ജാനിബിലായാലും ഇല്ലത്ത് ശാരിഅ നസ്സായി പറഞ്ഞാൽ ആ ഇല്ലത്തുള്ളതൊക്കെ ഖിയാസാക്കണമെന്ന ഒരു കൽപ്പന അവിടെ തന്നെ ഉണ്ട്. അതല്ലേ ഇപ്പം അതിൻ്റെ ഫായിദ എന്നാണ് ഇപ്പോൾ മൂപ്പര് ചോദിച്ചത്. ഇല്ലത്ത് നസ്സാക്കിൻ്റെ ഫായിദ അതല്ലേ?
അതിന് മഹല്ലി ഇമാം വിശദീകരിക്കുന്നുണ്ട്. ഇല്ലത്ത് നസ്സാക്കിൻ്റെ ഫായിദ അതല്ലേ എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല. അത് മാത്രമാണെങ്കിലല്ല ഇപ്പോൾ അവിടെ പിടിക്കണ്ടുള്ളൂ. ഫായിദ പലതും ഉണ്ട്. ഒരു വിഷയത്തിൻ്റെ ഇല്ലത്ത് മനസ്സിലായി കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ഇടപെടാൻ, കൽപ്പനയാണെങ്കിൽ ആ കൽപ്പന സ്വീകരിക്കാൻ, തർക്കാണെങ്കിൽ അത് ഒഴിവാക്കാൻ ഇല്ലത്ത് മനസ്സിലായി കഴിഞ്ഞാൽ കൂടുതലൊരു താല്പര്യം ഉണ്ടാവും. ഒരു ഫായിദയാണ്. അത് പോട്ടെ. ഇപ്പോൾ സാലിസുഹ, മൂന്നാമത്തെ അഭിപ്രായം. അപ്പോൾ ഒന്നാമത്തെ അഭിപ്രായം സുബക്കിമാൻ പറഞ്ഞത് അമ്രിൻ്റെ ജാനിബായാലും തർക്കിൻ്റെ ജാനിബായാലും ഇല്ലത്ത് നസ്വ ആക്കി എന്നത് ഖിയാസ് കൊണ്ടുള്ള കൽപ്പന അല്ല. രണ്ടാമത്തെ അഭിപ്രായം അബുൽ ഹുസൈൻ അൽ ബസരിയുടെ അഭിപ്രായം, രണ്ട് ജാനിബിലും ആണ്. മൂന്നാമത്തെ അഭിപ്രായം അബു അബ്ദുല്ലാഹിൽ ബസരി, മൊത്തം ബസറക്കാരാണല്ലോ, അബു അബ്ദുല്ലാഹിൽ ബസരി. അദ്ദേഹം ഹനഫി മദ്ഹബുകാരനാണ്, ഫിഖ്ഹ് കൊണ്ട് മുഅ്തസിലി ആശയക്കാരനുമാണ്. ഫഖീഹുമാണ് മിൻ അഇമ്മത്തിൽ മുഅ്തസില. ഹിജ്റ വർഷം 369 വഫാത്തായി. അബുൽ ഹുസൈൻ അൽ ബസരിൻ്റെ മുമ്പ് അബുൽ ഹുസൈൻ അൽ ബസരി 436. അബു അബ്ദുല്ലാഹിൽ ബസരി 369 വഫാത്തായി. മൂപ്പര അഭിപ്രായമാണ് മൂന്നാമത്തെ അഭിപ്രായം. തഫ്സീൽ ജാനിബ് തർക്കാണെങ്കിൽ ഖിയാസ് കൊണ്ടുള്ള കൽപ്പനയാണ്. ജാനിബുൽ അമ്രാണെങ്കിൽ ഖിയാസ് കൊണ്ടുള്ള കൽപ്പനയാവണം എന്നില്ല. അതിനുപരി പറഞ്ഞ ന്യായത്തിൻ്റെ ആംഗിൾ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. മുപ്പര് പറഞ്ഞതാ, ജാനിബു തർക്കിൽ ഇല്ലത്ത് നസ്സായി പറഞ്ഞാൽ അത് ഖിയാസ് കൊണ്ടുള്ള അമ്രാണ്. ആ ഇല്ലത്തുള്ളതൊക്കെ ഖിയാസാക്കാനുള്ള അമ്ര അവിടെ തന്നെ ഉണ്ട്. അതിനുപരി പറഞ്ഞ കാരണം തർക്കിൻ്റെ അവിടെ ഇല്ലത്ത് മിക്കവാറും ഒരു മഫ്സദത്തായിരിക്കും, ഒരു മഫ്സദത്ത് തടയാളായിരിക്കും. ഇപ്പോൾ ഉദാഹരണം നമ്മൾ വേറെ ഉദാഹരണം പറഞ്ഞു നോക്കുക. ഷവർമ്മ കഴിക്കരുതെന്ന് പറഞ്ഞു സങ്കല്പിക്കാം. ഷവർമ്മ കഴിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് പറയണം. എന്താ ഇല്ലത്ത്? ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമായതിന് വേണ്ടി ഷവർമ്മ കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞനുസരിച്ച് അബൂ അബ്ദുല്ലാഹിൽ ബസരി പറഞ്ഞനുസരിച്ച് ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ട് എന്ന ഇല്ലത്ത് നെസ്സായിട്ട് വന്നാൽ ആരോഗ്യത്തിന് ഹാനികരായതൊക്കെ ഒഴിവാക്കണം എന്നുള്ള കൽപ്പന അവിടെ തന്നെ ഉണ്ട്. കാരണം മഫ്സദത്ത് തടയലാണ്. ഓൻ ഈ കൽപ്പന കണ്ടുകാണ്ട് ഷവർമ്മ ഒഴിവാക്കി. ആരോഗ്യത്തിന് ഹാനികരമാണ്, അതുകൊണ്ട് ഷവർമ്മ ഒഴിവാക്കണം എന്നുണ്ട്. ഷവർമ്മ ഒഴിവാക്കി. എന്നിട്ട് പോയിട്ട് ബർഗർ, ഫാസ്റ്റ് ഫുഡിൻ്റെ വേറെ ഐറ്റംസ്, മറ്റേ എണ്ണയിൽ പൊരിച്ചിങ്ങനെ എടുത്ത ആ സാധനം, ഇതൊക്കെ അടിച്ച് കയറ്റും. എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ തർക്കിൻ്റെ അവിടെ ഒരു മഫ്സദത്തായിരിക്കും അതിൻ്റെ ഇല്ലത്തിൻ്റെ മർമ്മം. ആ മഫ്സദത്ത് ഇല്ലാതെയാവുക എന്ന ലക്ഷ്യം കരസ്ഥമാകണമെങ്കിൽ ഈ ഇല്ലത്ത് സ്വാദിക്കാകുന്ന എല്ലാ സാധനവും ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ട് അവിടെ അത് അമ്ര കൊണ്ടുള്ള ഖിയാസ് കൊണ്ടുള്ള അമ്രാണ്. നേരെ മറിച്ച് ഫേല് സെയ്ദിനെ ബഹുമാനിക്കണം ലി ഇൽമിഹി, ഒരു മസ്ലഹത്താണ്. ഇൽമുള്ളതുകൊണ്ട് സെയ്ദിനെ ബഹുമാനിക്കണം. അപ്പോൾ ഇൽമുള്ളതുകൊണ്ട് സെയ്ദിനെ ബഹുമാനിക്കുക, അത് മതി. സെയ്ദിനെ ബഹുമാനിച്ചാൽ മതി. അത് കഴിഞ്ഞു. ഒരാളിനിപ്പോൾ അമ്രിനെ ബഹുമാനിച്ചില്ല നിൽക്കുക, അതുകൊണ്ട് സെയ്ദിൻ്റെ ബഹുമാനത്തിനോടത്ത് കുഴപ്പങ്ങളോ കോട്ടങ്ങളോ ഒന്നും സംഭവിക്കില്ല, അതവിടെ ഉണ്ടാവും. മറ്റേതങ്ങനെയല്ല. ഷവർമ്മ ആണ് ഒഴിവാക്കി, എന്നിട്ട് മറ്റേതൊക്കെ അടിച്ചു മാറിയാൽ ഷവർമ്മ ഒഴിവാക്കിയതും വെറുതോ. അതാണ് ജാനിബുൽ ഫീലും ജാനിബുൽ തർക്കും തമ്മിലുള്ള വ്യത്യാസം. പോട്ടെ. അത് കഴിഞ്ഞു. വ അർക്കാനുഹു, ഇനി അടുത്ത മത്തന് വ അർക്കാനുഹു, ഖിയാസിൻ്റെ റുക്കിനുകൾ അർബഅത്തുൻ, 4 എണ്ണമാണ്. ഖിയാസിന് 4 റുക്കിനുണ്ട്. ഒന്ന് പണ്ട് പോലും പഠിച്ചതിനെ വല്ലാതെ ഇവിടെ ഒന്നും വലിയ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മഖീസ് അലൈഹി, ഖിയാസ് ചെയ്യപ്പെടുന്ന ഒരു സാധനം. ഇപ്പോൾ നമ്മൾ ഒരു ഹമ്രുമക്ക് നബീദിനെ ഖിയാസാക്കാന്ന് സങ്കല്പിക്കുക. പണ്ട് പോലെ കേട്ടു എൻ്റെ ഉദാഹരണമാണ്. നബീദിനെ ഹമ്രുമക്ക് ഖിയാസാക്കാണ്. അപ്പോൾ മഖീസ് അലൈഹി ഹമ്ര്, മഖീസ്
നബീദ്, വ മാനൻ മുഷ്തറക്കുൻ ബൈനഹുമ, ഖംറിൻ്റെയും നബീദിൻ്റെ ഇടയിൽ മഖീസ് അലൈഹിൻ്റെയും മഖീസിൻ്റെ ഇടയിലുള്ള ഒരു കോമൺ മാന മീനിങ് ഫാക്ടർ. വ ഹുക്കുമുൻ ലിൽ മഖീസ് അലൈഹി, മഖീസ് അലൈഹിക്ക് ഓൾറെഡി ഒരു ഹുക്കുമ് വേണം, ഖംറിനൊരു ഹുക്കുമ് വേണം. യതഅദ്ദ ബിവാസ്തത്തിൽ മുഷ്തറക്കി, ഈ മൂന്നാമത്തതുണ്ടല്ലോ മുഷ്തറക്കായ മാന, അത് മുഖേന ഈ ഹുക്കും ഇങ്ങനെ വിട്ടുകിടക്കും ഇലൽ മഖീസിലേക്ക്. ഓക്കെ, ഇനി ഇതിൽപ്പെട്ട ഓരോന്നും വിശദീകരിക്കണം. അൽ അസ്ലു വലമ്മാക്കാന യുഅബ്ബറുൻ അവ്വലൈനി മിൻഹ, ഇവകളിൽ നിന്ന് ആദ്യം പറഞ്ഞ രണ്ടെണ്ണം, അതായത് മഖീസ് അലൈഹി മഖീസ് അലൈഹി മഖീസ്, ഇത് രണ്ടിനെ സംബന്ധിച്ചും ഇബാറത്ത് പറയപ്പെടും ബിൽ അസ്ലി വൽ ഫർഇ, അസ്ല് ഫർഇ എന്ന ഇബാറത്ത് പറയപ്പെടും. പക്ഷെ അസ്ൽ എന്താണ് ഫർഇ എന്താണ് വിഷയത്തിൽ ചെറിയ ഖിലാഫുകളൊക്കെ ഉണ്ട്, ബാക്കിൽ പറയും അലാ ഖിലാഫിൻ ഫീ ദാലിക. ഏതായാലും മഖീസ് അലൈഹി മഖീസ്, അസ്ല് ഫർഇ, അങ്ങനെയാണ് സാധാരണ ഇബാറത്ത് പറയാറ്. അങ്ങനെ ആയപ്പോൾ ദക്കറഹു ഫീ ളിംനി തഅദീദിഹ, ദക്കറഹു അസ്ലിനെ പറഞ്ഞു ഫീ ളിംനി തഅദീദിഹ, ഈ അർക്കാനുകൾ ഇങ്ങനെയാണ് എണ്ണണം, അർക്കാനുഹു അർബഅത്തുൻ, ആ അർക്കാനുകൾ എണ്ണണം, ആ എണ്ണുന്ന കൂട്ടത്തിൽ അങ്ങനെ ആ അസ്ൽ അങ്ങനെ പറഞ്ഞു. ഫഖാല അൽ അവ്വലു അൽ അസ്ലു, അസ്ൽ അൽ അവ്വലു അൽ അസ്ലു, ഒന്നാമത്തെ റുക്ന് അസ്ൽ. അസ്ൽ എന്ന് പറഞ്ഞാൽ എന്താ? വഹുവ മഹല്ലുൽ ഹുക്മി അൽ മുഷബ്ബഹു ബിഹി, മഹല്ലുൽ ഹുക്മിൽ മുഷബ്ബഹി എന്നാണ് ഒരിക്കലും വായിക്കരുത്, മഹല്ലുൽ ഹുക്മി അൽ മുഷബ്ബഹു ബിഹി. മുഷബ്ബഹു എന്നത് മഹല്ലിന് സിഫത്ത്, ബിർറഫ്ഇ സിഫത്തുൽ മഹല്ലി അൽ മഖീസ് അലൈഹി. മുഷബ്ബഹ് ബിഹിയായ ഹുക്മിൻ്റെ മഹല്ല്, മഹല്ലുൽ ഹുക്മിൻ്റെ മഹല്ല്, ഏത് മഹല്ല്? അൽ മുഷബ്ബഹു ബിഹി, അതിനോടാണ് തഷ്ബീഹാക്കപ്പെടുന്നത് ആ മഹല്ല്. അപ്പോൾ ഖംർ മഹല്ലുൽ ഹുക്കുമാണ്, ഹറാം എന്ന ഹുക്കുമിൻ്റെ മഹല്ലാണ് ഖംർ. അൽ മുഷബ്ബഹു ബിഹി, ഈ മഹല്ലിനോടാണ്, ഈ ഖംറിനോടാണ് ഇനി നബീദിനെ തഷ്ബീഹാക്കപ്പെടാൻ പോകുന്നത്. ഓക്കെ, അതാണ് ഒരു കാഴ്ചപ്പാട്. വേറൊരു കാഴ്ചപ്പാട് വഖീല ദലീലു, ഈ ഹുക്കുമിൻ്റെ ദലീലാണ്, മഹല്ലല്ല. ഖംർ ഹറാമാണ്, ആ ഹറാമാണെന്നുള്ളൊരു ദലീൽ ഉണ്ടാവുമല്ലോ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു മസലൻ, ആ ദലീൽ അതാണ് അസ്ല്. അസ്ല് എന്ന് പറഞ്ഞാൽ ഖിയാസ് ചെയ്യപ്പെടുന്ന ആ ഹുക്കുമിൻ്റെ മഹല്ല്, ഹുക്കുമിൻ്റെ ആ ഖിയാസ് ചെയ്യപ്പെടുന്ന മഹല്ലാണ് ഒരു കാഴ്ചപ്പാട്, അല്ല ആ ഹുക്കുമിൻ്റെ ദലീലാണ് വേറൊരു കാഴ്ചപ്പാട്. വഖീല ഹുക്കുമുഹു ഐ ഹുക്കുമിൽ മഹല്ലിൽ മദ്കൂർ, ആ മഹല്ലിൻ്റെ ഹുക്കുമാണ്. അപ്പോൾ ഖംർ ഹറാം, പിന്നെ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു ആ ആയത്ത് ദലീൽ. അസ്ൽ എന്ന് പറഞ്ഞാൽ ഏതാ? ഈ മഹല്ല എന്നുള്ള അഭിപ്രായമുണ്ട്, ഈ ഹുക്കുമ എന്നുള്ള അഭിപ്രായമുണ്ട്, ഈ ഹുക്കുമിൻ്റെ ദലീല എന്നുള്ള അഭിപ്രായമുണ്ട്. ഏതായാലും ലുഗവിയായ അസ്ലിൻ്റെ അർത്ഥമുണ്ട്. എന്താ ലുഗവിയായ അർത്ഥം? എന്താ? മാ യംബനി അലൈഹി ഗൈറുഹു, ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ മേലിൽ ഇങ്ങനെ ഉണ്ടായി വരുന്ന ഒരു ബേസ്, ആ അർത്ഥം ഇവിടെ ഒക്കെ ഫിറ്റാണ്. ഇനി ഇതിൻ്റെ മേലാണ് ഫറ വരാൻ പോകുന്നത്, ഏതർത്ഥത്തിലായാലും ലുഗവിയായ അർത്ഥം ഫിറ്റാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഫറ പറഞ്ഞോടത്ത് പറയും. ഫറ എന്ന് പറഞ്ഞാൽ എന്താ? അൽ മഹല്ലുൽ മുഷബ്ബഹു. ഫറ പറഞ്ഞാൽ എന്താ? അൽ മഹല്ലുൽ മുഷബ്ബഹു. ഇതിപ്പോൾ മൂന്നെണ്ണം പറഞ്ഞത് അസ്ല് പറഞ്ഞത്. ഒന്ന് മഹല്ലുൽ ഹുക്മി അൽ മുഷബ്ബഹു ബിഹി, രണ്ട് ദലീലുൽ ഹുക്മ്, മൂന്ന് ഹുക്മ്. ഫറഇൻ്റെ അവിടെ രണ്ടെണ്ണം പറഞ്ഞു. ഫറ എന്ന് പറഞ്ഞാൽ അൽ മഹല്ലുൽ മുഷബ്ബഹു, മുഷബ്ബഹായ മഹല്ല്. ഉദാഹരണത്തിൽ നബീദ്, മുഷബ്ബഹായ മഹല്ല്, അതിൻ്റെ പേരാണ്, അതാണ് ഫറ. ഇനി വേറൊരു അഭിപ്രായം ഉണ്ട്, ഖീല ഹുക്കുമുഹു, ഇതിനെ കിട്ടാൻ പോലൊരു ഹുക്കുമുണ്ടല്ലോ, ഇതിനെ കിട്ടാൻ പോലൊരു ഹുക്കുമ്, ഈ ഹറാം ഇങ്ങോട്ട് വരുമല്ലോ, ആ ഹറാം, ആ ഹുക്കുമിൻ്റെ പേരാണ് ഫറ എന്നൊരു അഭിപ്രായമുണ്ട്. അസ്ലിൻ്റെ അവിടെ ദലീൽ എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഹുക്കുമിൻ്റെ ദലീലാണ്, അത് ഇവിടെ വരില്ല. കാരണം ഇവിടെ ദലീൽ ഇല്ലാത്തതുകൊണ്ടാണ് ഖിയാസ് ചെയ്യേണ്ടി വന്നത്. കാരണം ഇവിടുത്തെ ദലീൽ ഈ നടക്കാൻ പോണ ഖിയാസാണ്, നടക്കാൻ പോണ ഖിയാസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വേറെ ദലീലില്ല. അതുകൊണ്ട് ദലീലാണ് എന്ന ആ അഭിപ്രായം ഇവിടെ വരില്ല, ഫറവിൻ്റെ അവിടെ വരില്ല. പിന്നെ
പിന്നെ ഞാൻ പറഞ്ഞു ഏത് അഭിപ്രായം എടുത്താലും ലുഗവിയായി അതിന് അർത്ഥമുണ്ട്. ആ അർത്ഥം അവിടെയൊക്കെ ഫിറ്റാണ്. എന്താ ലുഗവിയായ അർത്ഥം? ലുഗവിയായ അർത്ഥം അസ്ൽ എന്ന് പറഞ്ഞാൽ മാ യംബനി അലൈഹി ഗൈറുഹു, ഫർഅ എന്ന് പറഞ്ഞാൽ മാ യംബനി അലാ ഗൈരിഹി. ആ അർത്ഥം ഇവിടെയൊക്കെ ക്ലിയറാണ്. പിന്നെ വൽ അവ്വലു മിനൽ അഖ്വാലി ഫിഹാ അഖ്റബു കമാ ലാ യഖ്ഫ. ആദ്യം പറഞ്ഞതാണ് അഖ്റബായത്, അദ്ഹാനിലേക്കൊക്കെ അഖ്റബായത്. ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അസ്ൽ എന്ന് പറഞ്ഞാൽ മഹല്ലുൽ ഹുക്മി അൽ മുഷബ്ബഹു ബിഹി ഖംർ. ഫർഅ എന്ന് പറഞ്ഞാൽ അൽ മഹല്ലുൽ മുഷബ്ബഹു, അതായത് നബീദ്. അതാണ് അഖ്റബായ മഅന. ഇനി വലാ യുശ്തറതു ഫിൽ അസ്ലിൽ ലദീ യുഖാസു അലൈഹി. ഖിയാസ് ചെയ്യപ്പെടുന്ന അസ്ലിൽ ഷർത്താക്കപ്പെടുകയില്ല ദാലുൻ അലാ ജവാസിൽ ഖിയാസി അലൈഹി ബി നൗഇഹി ഔ ഷഖ്സിഹി. ഒരു അസ്ലുമക്ക് വേറൊന്നിനെ ഖിയാസാക്കണമെങ്കിൽ ഈ അസ്ലുമക്ക് ഇതേ അസ്ൽ അല്ലെങ്കിൽ ഇതിലെ നൗഅ് ഇതേ സാധനത്തുമക്ക് ഒരു അഭിപ്രായം അല്ല, ഇതിനെ നൗഅ്മക്കെങ്കിലും ഖിയാസ് ചെയ്യൽ ജായിസാണ് എന്നറിയിക്കുന്ന ഒരു ദലീൽ വേണം എന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ട. അപ്പോൾ മസായിലുൽ ബൈ മസലൻ ഉദാഹരണം പറയാം, കച്ചവടവുമായി ബന്ധപ്പെട്ട മസാല, അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു സാധനത്തിനൊരു ഖിയാസ് നടക്കണമെങ്കിൽ ബൈഇൻ്റെ ആ ഒരു നൗഇൽ ഖിയാസ് ജായിസാണ് എന്നതിന് സെപ്പറേറ്റ് ദലീൽ വേണം എന്നാണ് ഇപ്പോൾ ചിലവർ പറഞ്ഞത്. അത് വേണ്ട, അങ്ങനെ വേണമെന്നില്ല. അതാണ് ഇപ്പം നൗ ഔ ഷഖ്സിഹ ആയി തന്നെ. അതിപ്പോൾ നമ്മളെ മുന്നിൽ കച്ചവടം ഒരു സാധനമുണ്ട്, ഒരു ജുസ്ഇയായ ഒരു ഇടപാട്, ഒരു സംഗതി ഉണ്ട് നോക്കുക. ഖിയാസ് ജായിസാണെന്ന് ദലീലുണ്ടെങ്കിലേ അവിടെ ഖിയാസ് ചെയ്യാൻ പറ്റുള്ളൂ. വല്ലാത്ത ഇടകാരനേക്കാ. ഇപ്പം നമ്മൾ ഒരു പുതിയ കച്ചവടം വന്നു നോക്കുക. അപ്പോൾ പഴയ കാലത്തുള്ള ഒരു ഇടപാട് ഇപ്പോൾ മുജ്തഹിദികളുടെ കാലത്ത് ഷാഫി ഇമാമിൻ്റെ മുമ്പിലോ ഹനഫി ഇമാമിൻ്റെ മുമ്പിലൊക്കെ ഒരു പ്രശ്നം വരികയെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഹനഫി ഇമാം ആ മസ്അലയെ, ആ ജുസിയായ മസ്അലയെ വേറെ ഒരു ജുസ്ഇയായ ഒരു മസ്അലയോട് ഖിയാസാക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് മസ്അലയോടാണോ ഖിയാസാക്കുന്നത് ആ അസ്ല്, അതിൽ തന്നെ ഖിയാസ് ജായിസാണ് എന്നതിന് ദലീൽ വേണം. ആണ് ഷഖ്സ്. നൗഅബൽ അതിൽ ജവാസ്, അതിനെ നൗഅ്, അത് ഏത് നൗഇൽപ്പെട്ടതാണോ, മുആമലാത്തോ ഇബാദാത്തോ ഏത് നൗഇൽപ്പെട്ടതാണോ ആ നൗഇൽ ഖിയാസ് ജായിസാണ് എന്നതിന് ദലീൽ വേണം എന്ന് ചിലർ വാദിച്ചു. രണ്ടും ഇല്ല. പിന്നെന്തും ഇല്ല. വലത്തിഫാഖുൻ ഷർത്തില്ല. എന്ത് ഷർത്തില്ല? വലത്തിഫാഖുൻ ഇത്തിഫാഖ് ഷർത്തില്ല. അലാ വുജൂദിൽ ഇല്ലത്തി ഫീഹി, അസ്ലിൽ ഈ ഇല്ലത്തുണ്ട് എന്നതിൻ്റെ മേൽ ഇത്തിഫാഖ് ഷർത്തില്ല. തെറ്റിദ്ധരിക്കരുത്. അസ്ലിൽ ഇല്ലത്തുണ്ട് എന്നതിൻ്റെ മേൽ ഇത്തിഫാഖ് ഷർത്തില്ല. അപ്പോൾ അസ്ലിൽ ഇല്ലത്ത് ഇല്ലാതിരിക്കാം എന്നല്ല പറഞ്ഞത്, അസ്ലിൽ ഇല്ലത്ത് വേണം. പക്ഷെ ഇത്തിഫാഖ് ഷർത്താണ് എന്നൊന്നും പറയണ്ട. ഇത്തിഫാഖ് ഷർത്താണ് എന്നൊന്നും പറയണ്ട. അപ്പോൾ ദാറുൽ മൊബൈൽ ഫോൺ ചോദിച്ചു, ഉദാഹരണം, ഇനി ലാപ്ടോപ്പിനെ മൊബൈലുമൊക്കെ ഖിയാസ് ആക്കണോ വേണ്ടതെന്ന് ചർച്ച നടക്കുന്നുണ്ട് സങ്കല്പിക്കാം. അപ്പോൾ മൊബൈൽ ഫോണാണ് ഇവിടുത്തെ അസ്ൽ. എന്താണ് മൊബൈൽ ഫോൺ നിരോധിക്കാനുള്ള ഇല്ലത്ത്? ദുരുപയോഗം. നമ്മൾ സങ്കല്പിക്കണം ദുരുപയോഗം. അസ്ലാകുന്ന മൊബൈൽ ഫോണിൽ ദുരുപയോഗം എന്ന ഇല്ലത്തുണ്ട് എന്നതിൻ്റെ മേൽ മുജ്തഹിദീങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായമാകണം, എങ്കിലേ അതിമക്ക് ഖിയാസാക്കാൻ പറ്റുള്ളൂ എന്ന് ചിലവില്ല. അങ്ങനെയില്ല, ഇത്തിഫാഖൊന്നും വേണമെന്നില്ല. ഖിലാഫൻ ലിസാഇമൈഹിമ ബിത്തസ്നിയ, ഇത് രണ്ടും വാദിച്ചവർക്കെതിരായി. നൗഅ കൊണ്ടെങ്കിലും ഖിയാസ് ജായിസാണ് എന്നതിന് ദലീൽ വേണം എന്ന് വാദിച്ചു. ഖിയാസ് ചെയ്യപ്പെടാൻ പോകുന്ന ഈ അസ്ലിൽ ആ ഇല്ലത്ത് ഉണ്ട് എന്ന വിഷയത്തിൽ ഇത്തിഫാഖ് വേണം എന്ന് വാദിച്ചു. രണ്ടും ഇല്ല. ഖിലാഫൻ ലിസാഇമൈഹിമ. ആ വാദിച്ച ആൾക്കാരൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സായിമുൽ ഇഷ്തിറാത്തിൽ ഔവൽ ഉസ്മാനുൽ ബത്തി എന്നാ വായിക്കുന്നുണ്ട്.
നിസ്ബത്തുൻ ഇലാ ബൈഇൽ ബത്തൂത്ത് എന്ന് കാണാം. അവിടെ തന്നെ കാണാം നിസ്ബത്തുൻ ഇലാ ബൈഇൽ ബത്തൂത്ത് അടി കാണാം. ഓക്കെ ഓക്കെ അതെ. അടുത്തത് കാണാം ബിഷ്റുൽ മരീസി, അടുത്ത ആൾ വസായിം ഇഷ്തിറാത്തി സാനി ഹുവ ബിഷ്റുൽ മരീസി. ബിഷ്റുൽ മരീസി ആരാന്നവിടെ കാണാം ബിഫത്ഹിൽ മീം മരീസി നിസ്ബത്തുൻ ഇലാ മരീസ് ഖറിയത്തുൻ മിൻ ഖുറാ മിസ്ർ. ഓക്കെ കാനമേലെ മുബത്തദിയാത്തി എന്നൊക്കെ ഉണ്ട്, പോട്ടെ. അപ്പോൾ ഓല് പറഞ്ഞത് ഇപ്പോൾ അതാണ് അവരുടെ അടുത്ത് ആണോ മസായിൽ ബൈഇൽ മസലൻ ഖിയാസാക്കപ്പെടണമെങ്കിൽ ഇല്ലാ ഇദാ ഖാമ ദലീലുൻ അലാ ജവാസിൽ ഖിയാസി ഫീഹി ആണോ വഇൻദ സാനി ലാ യുഖാസു ഫീമ ഇഖ്തുലിഫ ഫീ വുജൂദിൽ ഇല്ലത്തി ഫീഹി. അപ്പോൾ രണ്ട് ഇത്തിഫാഖ് വേണ്ടി ശരിക്കും. ഒന്ന് അസ്ലിൻ്റെ ഹുക്മ് മുഅല്ലലാണ്, മുഅല്ലൽ എന്ന് പറഞ്ഞാൽ മുതഅബ്ബദല്ല, ഇല്ലത്ത് പരിഗണിക്കേണ്ട സാധനം തന്നെയാണ് ഒന്ന്. രണ്ടാമത് അതിൻ്റെ ഇല്ലത്ത് ഇന്ന ഇല്ലത്താണ്. ഇത് രണ്ടും ഇത്തിഫാഖ് വേണമെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. അങ്ങനെ ഇത്തിഫാഖ് ഒന്നും വേണമെന്നില്ല, ഇത്തിഫാഖ് ഇല്ലെങ്കിലും ഖിയാസ് ചെയ്യാം. ഓക്കെ. പിന്നെ അസാനി രണ്ടാമത്തത് അർക്കാനുൽ ഖിയാസിൽ നിന്ന് രണ്ടാമത്തത് ഹുക്കുമുൽ അസ്ലി. ഹുക്കുമുൽ അസ്ലാണ് രണ്ടാമത്തത്. അപ്പോൾ ഒന്നാമത്തത് അസ്ല് എന്താന്ന് പറഞ്ഞു, രണ്ടാമത്തത് ഹുക്കുമുൽ അസ്ല്. ഹുക്കുമുൽ അസ്ല് പറഞ്ഞ് നേരെ അതിൻ്റെ ഷർത്തിലേക്ക് കിടക്കുകയാണ്. വമിൻ ഷർത്തിഹി സുബൂത്തുഹു ബിഗൈരിൽ ഖിയാസ് ഖീല വൽ ഇജ്മാഇ. ഹുക്കുമുൽ അസ്ലിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ്. ഹുക്കുമുൽ അസ്ൽ എന്ന ഉദാഹരണത്തിൽ ഖംറായിരുന്നു അസ്ൽ, അതിൻ്റെ ഹുക്കും അതായത് ഹറാമു എന്നുള്ള ആ ഹുക്കും, അതിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് സുബൂത്തുഹു ബിഗൈരിൽ ഖിയാസി, ഖിയാസ് അല്ലാത്തത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അസ്ല് ഇപ്പം നമ്മളൊരു ഖിയാസ് നടത്തുകയാണ്, അതിൻ്റെ അസ്ല് ഏതാണോ ആ അസ്ലിൻ്റെ ഹുക്കുമ് ഖിയാസ് അല്ലാത്തത് കൊണ്ട് സ്ഥിരപ്പെടണം. അത് ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു ഫർആണെന്നാ, അതിന് വേറൊരു അസ്ലുണ്ട് എന്നാ. അങ്ങനെയാണെങ്കിൽ ഈ ഫർഇനെ നേരെ അയിമക്കാട് ഖിയാസാക്കിയാൽ മതി, ഇതിൻ്റെ ആവശ്യമില്ല. ഖീല വൽ ഇജ്മാഇ, ഇജ്മാ അല്ലാത്തത് കൊണ്ടും സ്ഥിരപ്പെട്ടതായിരിക്കണം. അപ്പം നസ്സ് കൊണ്ട് സ്ഥിരപ്പെട്ടതാവണം എന്നർത്ഥം, കിതാബ് കൊണ്ടോ സുന്നത്ത് കൊണ്ടോ സ്ഥിരപ്പെട്ടതാവേണ്ടി വരും എന്നർത്ഥം. എന്താ കാരണം നമ്മൾ പറഞ്ഞു തന്നെ സുബൂത്തുഹു ബിഗൈരിൽ ഖിയാസ് ആണ്. ഇപ്പോൾ ബേസിക്കലി പറഞ്ഞത് ഖീല വൽ ഇജ്മാ, ഇജ്മാ അല്ലാത്തത് കൊണ്ട് എന്നുള്ളത് ഖീലാണ്, മുഅ്തമദ് അതിനെതിരാണ്. ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ട് കുഴപ്പമില്ല. നേരെ മറിച്ച് ഖിയാസ് അല്ലാത്തത് കൊണ്ട് സ്ഥിരപ്പെടണം. ഹുക്കുമുൽ അസ്ല് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഖിയാസ് നടത്തുകയാണ്, ഇതിമൊക്കെ ഖിയാസാക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ അസ്ല്. ഇതിൻ്റെ ഹുക്കുമ് സ്ഥിരപ്പെട്ടത് ഖിയാസ് കൊണ്ടാവരുത്. ഇതിൻ്റെ ഹുക്കുമ് സ്ഥിരപ്പെട്ടത് ഖിയാസ് കൊണ്ടാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതൊരു ഫർആണെന്നാ, ഇതിന് വേറൊരു അസ്ലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് നേരെ ദിമക്കാണ് ഖിയാസാക്കിയാൽ മതി, ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല. ഇത് ദിമക്ക് ഖിയാസ്, ഇത് ദിമക്ക് തന്നെ ഖിയാസ്. രണ്ടിൻ്റെ ഇല്ലത്ത് ഒന്നാണെങ്കിൽ, ഇല്ലത്തിൽ ഇഖ്തിലാഫ് ഉണ്ടെങ്കിലോ ഖിയാസോട്ട് ശരിയാവില്ലല്ലോ. അതാണ് അസ്ലിൻ്റെ ഹുക്കുമ് സ്ഥിരപ്പെട്ടത് ഖിയാസ് കൊണ്ടാണെങ്കിൽ രണ്ടാമത്തെ ഈ ഖിയാസ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഖിയാസ് നബീദിനെ ഖംറുമക്ക് ഖിയാസാക്കണ ആ ഖിയാസ് അത് ആകും ഇൻദത്തിഹാദിൽ ഇല്ലത്തൊക്കെ മുത്തഹിദാകും ആണെങ്കിൽ ലഗ്വാകും. ഇങ്ങനെ ലഗ്വാകൽ ലിസ്തിഗ്നാനി അൻഹു, ഈ രണ്ടാം ഖിയാസ് ആവശ്യമില്ല അവിടെ. ബി ഖിയാസിൽ ഫർഇ ഫീഹി, ഈ രണ്ടാം ഖിയാസിലുള്ള ഈ ഫർഇനാണ് ഖിയാസാക്കിയാൽ മതി. അല്ലൽ അസ്ലി ഫിൽ അവ്വലി, ഒന്നാം ഖിയാസിലുള്ള അസ്ലിൻ്റെ മേൽ. ഇതാണ് ഇപ്പോൾ ഒന്നാം ഖിയാസ്. ഈ ഹുക്കുമ്മക്ക് ഇതിനെ ഖിയാസാക്കാണ്. അപ്പോൾ ഈ രണ്ടാം ഖിയാസ് ഇപ്പോൾ ഇതാണ് അസ്ല്, പക്ഷേ ഇതിൻ്റെ ഹുക്കുമ് സ്ഥിരപ്പെട്ടത് ഖിയാസ് കൊണ്ടാണ്. അങ്ങനെ ആവരുത്. അങ്ങനെയാണെങ്കിൽ ഇല്ലത്ത് മുത്തഹിദാണെങ്കിൽ ഈ ഫർഇനെ നേരെ ദിമക്കാണ് ഖിയാസാക്കിയാൽ മതി. ഇല്ലത്ത് മുഖ്തലിഫാണെങ്കിലോ ഖിയാസോട്ട് ശരിയാവില്ല. കാരണം അസ്ലും ഫറും ഇല്ലത്തിലും തുല്യ പങ്കാളിത്തമാണല്ലോ. അതിന് ഉദാഹരണം പറഞ്ഞിട്ടാണ് ഒന്നാമത്തെ ഉദാഹരണം. ഏതാ ഒന്നാമത്തത്?
ഇത്തിഹാദുൽ ഇല്ലത്തിൻ്റെ സമയത്ത് രണ്ടാമത്തെ ഖിയാസ് അസാധുവാവും, ലഘുവാവും, നേരെ ഖിയാസാക്കിയാൽ മതിയല്ലോ എന്ന് അതിന് ഉദാഹരണം പറയുകയാണ്. ഖിയാസുൽ ഗസ്ലി ഫി സ്വലാത്തി അല സ്വലാത്തി ഫിഷ്തിറാത്തി നിയ്യത്തി ബിജാമിഉൽ ഇബാദ. ഇപ്പോൾ നിസ്കാരം, ചൂണ്ടുവരൽ നിസ്കാരം, ഗസ്ൽ നിർബന്ധമായ കുളി, ഇത് നിസ്കാരമാണ്. നിസ്കാരത്തിൽ നിയ്യത്ത് നിർബന്ധമാണ്. എന്താണ് കാരണം? ഇബാദത്താണ്. ഇബാദത്താണെന്നാണ് ഇല്ലത്ത്. ഹുക്കം എന്താ? ഉജൂബുൻ നിയ്യത്ത്, തജിബുൻ നിയ്യത്ത്. ഇബാദത്താണ് എന്നതാണ് കാരണം. ആ കാരണം വെച്ചിട്ട് നിസ്കാരത്തിൽ, ഇപ്പോൾ നിസ്കാരമാണ്, എന്താ ഹുക്കുമ്? തജിബുൻ നിയ്യത്തു, ഇല്ലത്ത് ഇബാദത്ത്. അയിമക്ക് ഗസ്ലിനെ ഖിയാസാക്കാണ്. ഏത് ഗസ്ൽ? നേരമ്പലത്തെ കുളിക്കണ ആ കുളിയില്ല, നിർബന്ധമായ കുളി, അവിടെ നിയ്യത്ത് വേണം. സ്വലാത്തുമ്മക്കാണ് ഖിയാസ്. എന്താ ഇല്ലത്ത്? ഇബാദത്താണ്. ഇങ്ങനെ നടത്തി. പിന്നെയാണ് വുളു ചർച്ചയ്ക്ക് വരുന്നത്. വുളു ചർച്ചയ്ക്ക് വരുമ്പോൾ വുളുവിനെ ഗസ്ലുമക്ക് ഖിയാസാക്കണം. വുളുവിനെ ഗസ്ലുമക്ക് ഇബാദത്താണ് എന്ന ഇല്ലത്ത് വെച്ചുകൊണ്ട് നിയ്യത്ത് നിർബന്ധമാണ് എന്ന ഹുക്കുമ് കിട്ടാൻ വേണ്ടി വുളുവിനെ ഗസ്ലുമക്ക് ഖിയാസാക്കാണ്. അത് ലഘുവാണ്, ആവശ്യമില്ല. കാരണം ഗസ്ലിൻ്റെ ഹുക്കുമ് സ്ഥിരപ്പെട്ടത് ഖിയാസ് കൊണ്ടാണ്. അപ്പോൾ വുളുവിനെ നേരെ നിസ്കാരത്തുമ്മക്കാണ് ഖിയാസാക്കിയാൽ മതി. ഓക്കെ, നിസ്കാരത്തുമ്മക്കാണ് ഖിയാസാക്കിയാൽ മതി വുളുവിനെ. ഇതിനിങ്ങനെ വളഞ്ഞു വരേണ്ട ആവശ്യമില്ല. അത് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ഉദാഹരണം, രണ്ടാമത്തെ പറഞ്ഞാൽ ഇല്ലത്ത് ഇഖ്തിലാഫാവുന്ന സമയം. ഇത് മറന്നു, ഇതൊക്കെ ഒഴിവാക്കി. ഇനി രണ്ടാമത്തെ വേറെ ഉദാഹരണം, ജബ്ബുദ്ദക്കർ, മജ്ബൂബുദ്ദക്കറായി ഒരാൾ. മജ്ബൂബുദ്ദക്കറായാൽ നിക്കാഹ് ഫസ്ഖ് ചെയ്യാം ഭാര്യയ്ക്ക്. ഭർത്താവിന് മജ്ബൂബുദ്ദക്കറാണ്, ഫസ്ഖ് ചെയ്യാം നിക്കാഹ്. എന്താ ഇല്ലത്ത്? ഫവാത്തുൽ ഇസ്തിംതാ. ഇസ്തിംതാ പറ്റൂല, അങ്ങനെ സാധനമില്ല, ആയുധം മിസ്സി. അപ്പോൾ ഇസ്തിംതാ പറ്റൂല, നിക്കാഹ് ഫസ്ഖ് ചെയ്യാം. ഈ ജബ്ബുദ്ദക്കർ നമുക്ക് റത്ഖിനെ ഖിയാസാക്കണം. റത്ഖറെന്താ? ഇൻസിദാദു മഹല്ലിൽ ജിമാ, ജിമാൻ്റെ മഹല്ല് അവിടെ അടഞ്ഞേക്കാണ്. പെണ്ണിൻ്റെ റത്ഖാവ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങോട്ട് പ്രവേശനമില്ല, അവിടെ അങ്ങോട്ട് അടഞ്ഞേക്കാണ്. ആയുധം ഉണ്ടായിട്ടും കാര്യമില്ലാണ്ട് കടക്കൂല, അവിടെ ബ്ലോക്കാണ്, കണ്ടെയ്ൻമെൻറ്റ് സോൺ. അപ്പോൾ റത്ഖിനെ ഇവൾക്ക് ഖിയാസാക്കാണ്, ജബ്ബുദ്ദക്കർ നമുക്ക് ഖിയാസാക്കാണ്. എന്താ ഇല്ലത്ത്? ഫവാത്തുൽ ഇസ്തിംതാ. റത്ഖ് ഉണ്ടായാലും ഇസ്തിംതാൻ്റെ കയ്യിലാണ്. അങ്ങനെ ഹുക്കുമ് സ്ഥിരപ്പെട്ടു. പിന്നെയാണ് ജുദാം എന്ന ഒരു അസുഖമാണ്. ജുദാമിനെ റത്ഖ് നമുക്ക് ഖിയാസാക്കാണ്. നിക്കാഹ് ഫസ്ഖ് ചെയ്യാൻ പറ്റുന്നുള്ള വിഷയത്തിൽ റത്ഖുമക്ക് ഖിയാസാക്കാണ് ജുദാമിനെ. അത് പറ്റൂല. എന്താ കാരണം? ഇഖ്തിലാഫുൽ ഇല്ലത്തുണ്ട് അവിടെ. ജുദാം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇസ്തിംതാന് ഫൗത്തില്ല, ആക്കെ ചെയ്യാം. ലൈറ്റൊക്കെ കൊണ്ട് ഓഫാക്കിയാൽ ജുദാമൊന്നും കാണൂല. ഇസ്തിംതാ നടത്താൻ വെറുപ്പ് ഉണ്ടാവില്ല, സംഗതി നടക്കും. നേരെ മറിച്ച് ജബ്ബായാലും റത്ഖായാലും സംഗതി നടക്കൂല, ഇസ്തിംതാ ഫൗത്ത. പക്ഷെ ഇവിടെ ജുദാമിൻ്റെ അവിടെ ഫവാത്തുൽ ഇസ്തിംതാ എന്ന ഇല്ലത്ത് ഇല്ല. ഓക്കെ, അതാണിപ്പോൾ ഖിയാസ് അല്ലാത്തത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്തുകൊണ്ട് എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണം. ഖീല വൽ ഇജ്മാഇ, ഇജ്മാ അല്ലാത്തത് കൊണ്ടും ആവണം. ഇതൊരു ഖീലയാണ്. ഇജ്മാ കൊണ്ട് ഹുക്കുമുൽ അസ്ൽ സ്ഥിരപ്പെടാൻ പാടില്ല എന്നുള്ളത് ഓല് പറഞ്ഞത്. ഇജ്മാ കൊണ്ടാകണമെങ്കിൽ ഇജ്മാഇൻ്റെ മുസ്തനദ് ഒരു നസ്സായിരിക്കണം, അത് ഏതാണെന്ന് അറിയും വേണം എന്നൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ വിശദീകരണം അത് ശരിയല്ല എന്നാണ് പിന്നെ അതിൻ്റെ ശേഷം പറയുന്നത്. വകൗനുഹു ശർഇയ്യൻ ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.